മലബാറിലെ ഏറ്റവും വലിയ 10 ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. അതുകൂടാതെ ദീർഘദൂര ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വഴി കടന്നുപോകുന്നുണ്ട്. പാലക്കാട് നിന്നും 33 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഒരു പട്ടണത്തിൽ നിന്നും ഒരു ബസ് സ്റ്റാൻഡ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. പാലക്കാട് പൊന്നാനി റൂട്ടിലാണ് ഒറ്റപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തേത് കൊയിലാണ്ടി. കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. അതുകൂടാതെ ദീർഘദൂര ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 24 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. എട്ടാമത്തേത് വടകര. കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. അതുകൂടാതെ ദീർഘദൂര ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകുന്നുണ്ട്. ഈ ബസ് സ്റ്റാൻഡ് കൂടാതെ വേറെ ഒരു ബസ് സ്റ്റാൻഡും കൂടി വടകരയിലുണ്ട്. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 48 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഏഴാമത്തേത് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ മംഗലാപുരം, കണ്ണൂർ, കൊടക് ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. ദീർഘദൂര ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകുന്നുണ്ട്. ആറാമത്തേത് തിരൂർ. മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. അതുകൂടാതെ ദീർഘദൂര ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നും 42 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്.
അഞ്ചാമത്തേത് മഞ്ചേരി. മലപ്പുറം ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. അതുകൂടാതെ ദീർഘദൂര ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നും 46 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. നാലാമത്തേത് തലശ്ശേരി. കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ കോഴിക്കോട്, വയനാട് ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. അതുകൂടാതെ ദീർഘദൂര ബസ്സുകളും ഈ ബസ് സ്റ്റാൻഡ് വഴി കടന്നു പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 68 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. മൂന്നാമത്തേത് പാലക്കാട്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് എന്ന പേരിലാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. ഈ ബസ് സ്റ്റാൻഡ് കൂടാതെ വേറെയും ബസ് സ്റ്റാൻഡ് പാലക്കാട് പട്ടണത്തിൽ ഉണ്ട്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് ഈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, കോയമ്പത്തൂർ, പൊള്ളാച്ചി ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. രണ്ടാമത്തേത് കണ്ണൂർ. കണ്ണൂർ പുതിയ സ്റ്റാൻഡ്, താവക്കര ബസ് സ്റ്റാൻഡ് എന്ന പേരിലാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. ഈ ബസ് സ്റ്റാൻഡ് കൂടാതെ വേറെയും ബസ് സ്റ്റാൻഡ് കണ്ണൂർ പട്ടണത്തിലുണ്ട്. ഒന്നാമത്തേത് കോഴിക്കോട്. മലബാറിൻ്റെ തലസ്ഥാനമാണ് കോഴിക്കോട്. മലബാറിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും ബസ് സർവീസ് ഉണ്ട്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ്, മെഫ്യൂസൽ ബസ് സ്റ്റാൻഡ് എന്ന പേരിലാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. ഈ ബസ് സ്റ്റാൻഡ് കൂടാതെ വേറെയും ബസ് സ്റ്റാൻഡ് കോഴിക്കോട് പട്ടണത്തിലുണ്ട്. മലബാറിലെ ഏറ്റവും തിരക്ക് പിടിച്ച ബസ് സ്റ്റാൻഡും ഇതുതന്നെയാണ്.
ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.